അതെ, പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം വന്നു ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുന്നു, തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. തന്റെ പ്രധാനപ്പെട്ട ദൗത്യത്തിനായി പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിപാടികൾ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഉടൻ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വിമാനത്താവളത്തിനുള്ളിൽ ടെക്നിക്കൽ ഏരിയയ്ക്കുള്ളിൽ പ്രമുഖ വ്യക്തികൾ, ബി.ജെ.പിയുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, മറ്റ് പ്രോട്ടോകോളിന്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തെ അവിടെ റിസീവ് ചെയ്യുകയാണ്, അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ടെക്നിക്കൽ ഏരിയയിലെ ആ ഗേറ്റ് വഴി, ദൃശ്യങ്ങൾ കാണുന്ന ഗേറ്റ് വഴി അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഉടൻ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മോദി തലസ്ഥാനത്തെത്തി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ സ്വീകരിച്ച് ഉടൻ തന്നെ വാഹന വ്യൂഹം അവിടെ നിന്നും പുറപ്പെടുന്നു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം അവിടെ എത്തിച്ചേർന്നതായി. എന്താണ് അവിടുത്തെ ഒരുക്കങ്ങളും സാഹചര്യങ്ങളും? സജിത്ത്, മുൻ നിശ്ചയിച്ചതിൽ നിന്ന് 23 മിനിറ്റ് വൈകിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ പ്രത്യേക വിമാനം പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ട് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് ഇറങ്ങി വരും. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നേ ഉള്ളൂ, നടപടിക്രമങ്ങൾ അവസാനിക്കുന്നേ ഉള്ളൂ. അവിടെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി ജി.ആർ. അനിൽ, അതിനൊപ്പം ചീഫ് സെക്രട്ടറി DGP ഷെയ്ഖ് ദർബെ സാഹിബ്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുക. മുൻനിശ്ചയിച്ച പോലെ ഉടൻ തന്നെ അദ്ദേഹം VSSയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇവിടെ നിന്ന് കടന്നു പോവുക. അവിടെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവരും നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നടക്കുന്ന പരിപാടികൾ പൂർത്തിയാക്കി ഏതാണ്ട് മുൻനിശ്ചയിച്ച സമയപ്രകാരമാണെങ്കിൽ 11:45 അവിടെ നിന്ന് തിരികെ പുറപ്പെടേണ്ടത്. അങ്ങനെ 12 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുന്ന തരത്തിലാണ് പരിപാടി ചാർട്ട് ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹം ഉണ്ടാകുക. 1:20 തിരികെ ഇവിടെ എത്തി ഇവിടെ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ പരിപാടി ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള സമയമാറ്റം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ സമയമാറ്റം ഉണ്ടായാൽ VSSയിലെ പരിപാടിയിൽ അദ്ദേഹം എത്ര നേരം പങ്കെടുക്കുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. കാരണം അത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അവിടെ ഗവർണറും മുഖ്യമന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്നതുമാണ്. പ്രധാനമന്ത്രി വരുന്നതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. എന്തായാലും 10:53 അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി ആ വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങും. ഏതായാലും ദൃശ്യങ്ങളിൽ നമുക്കത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അടക്കം അദ്ദേഹത്തിന്റെ ഈ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. യെസ്, പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തി എന്നതാണ്, മോദി തലസ്ഥാനത്ത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതിനിടയിൽ പലവട്ടം വന്നുപോയെങ്കിലും നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്ക് എത്തുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പായി തൃശ്ശൂരിലും കൊച്ചിയിലുമായുള്ള ചില പരിപാടികളിലൊക്കെ അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ പങ്കെടുത്തു. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ ദൗത്യമുണ്ട്. കെ സുരേന്ദ്രൻ, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിച്ച പദയാത്രയുടെ സമാപന ദിവസമാണിന്ന്. ആ പദയാത്രയിൽ അദ്ദേഹം പങ്കെടുക്കും. ഒപ്പം തന്നെ ചില സുപ്രധാനമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നടത്തും. ബി.ജെ.പിക്ക് ഇത്ര ദേശീയ തലത്തിൽ ഇത്ര ശക്തമായി നിൽക്കുമ്പോഴും കേരളത്തിൽ ഇതുവരെയും ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ? എന്താണ് പുതിയ നീക്കങ്ങൾ, തന്ത്രങ്ങൾ, ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ? ഇങ്ങനെ നിരവധി ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ആയി നമുക്ക് വ്യക്തത വരും. കാരണം പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാം സ്വാഭാവികമായും. ഒപ്പം പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന് നൽകുന്ന ഗ്യാരണ്ടി എന്താണ്, ആ ഗ്യാരണ്ടിയിൽ ഊന്നിയാവും ഇനി അങ്ങോട്ടുള്ള കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രചരണ പരിപാടികൾ. ആ ഗ്യാരണ്ടി, ആ പ്രഖ്യാപനങ്ങൾ, അങ്ങനെ നിർണായകമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. 12 മണിയോടുകൂടി തന്നെ നമുക്ക്
സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടികൾ പൊതുസമ്മേളനം ആരംഭിക്കുന്നു പ്രതീക്ഷിക്കാം. ഏകദേശം 45 മിനിറ്റോ 1 മണിക്കൂറിനോ ഇടയുള്ള സമയത്തായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയുടെ ദൈർഘ്യം നീണ്ടുപോവുക. അതിൽ നല്ലൊരു ശതമാന സമയവും പ്രധാനമന്ത്രി തന്നെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം പ്രവർത്തകരോട് സംസാരിക്കും. വളരെ ദീർഘമായി തന്നെ പൊതുവേദികളിൽ സംസാരിക്കുന്ന ഒരു പതിവ് പ്രധാനമന്ത്രിക്ക് ഉണ്ടാവാറുണ്ട്. അദ്ദേഹം കേരളത്തിലെ വേദികളിൽ മുൻകാലങ്ങളിലും അത്തരം ഒരു ശൈലി സ്വീകരിച്ചിട്ടുമുണ്ട്. നമുക്ക് ഇന്നും അക്കാര്യം പ്രതീക്ഷിക്കാം. കൃത്യമായ രാഷ്ട്രീയ പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തിയേക്കാം. മറ്റൊരു കാര്യം കൂടിയുള്ളത്,